അതിശക്തമായി ഗവൺമെന്റിനെ തിരുത്താൻ കഴിയും എന്നുള്ള തരത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. എന്നാൽ സർക്കാർ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഏതാണ്ട് 5.5 ലക്ഷത്തോളം വരുന്ന അധ്യാപകരും 5-6 ലക്ഷത്തോളം വരുന്ന പെൻഷൻകാരും 2-3 ലക്ഷം വരുന്ന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന മറ്റു മേഖലയിലുള്ള ജീവനക്കാരും അധ്യാപകരും ഒക്കെ അവരുടെ ഏതാണ്ട് 1/2 കോടിയോളം വരുന്ന ജനവിഭാഗത്തെ പാടെ അവഗണിച്ചുകൊണ്ടാണ് ബാലഗോപാൽ ഇവിടുത്തെ ഇന്നത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ തീവട്ടിക്കൊള്ള അത് ഈ ബഡ്ജറ്റിലും ആവർത്തിച്ചിരിക്കുന്നു. പിടിച്ചു പറിച്ചു കൊണ്ടുപോയ രൂപയിൽ നമ്മുടെ സമ്പത്തിൽ നമ്മുടെ അധ്വാനത്തിന്റെ ഭാഗമായിട്ടുള്ള വിവിധ ശ്രേണിയിൽപ്പെട്ട ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി കവർന്നെടുത്തിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ ഈ നാണം കെട്ട ധനമന്ത്രി ഈ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ മുഖത്ത് നോക്കി കാർക്കിച്ചു തുപ്പുന്ന തരത്തിലാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്.